ഹലോ. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്താണെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഊതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് റെഡി ആയിട്ട് ഞാനും ഹരിയും പിന്നെ അനിയനും കൂടെയാണ് പോയത്. അനിയൻ ബസ്സിലായിരുന്നു, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബൈക്കിലും. അപ്പോൾ അങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കും. നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഫുൾ മൂടി പൊതിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണേ. കണ്ണാടിയും അതുപോലെ ഷോളും ഹെൽമറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പോയത് മഞ്ചേരി. നമ്മൾ ആദ്യം നമ്മുടെ കല്യാണത്തിന് വേണ്ട മാലയും ബൊക്കെയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ഓർഡർ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ചുറ്റിപ്പറ്റി നോക്കിയിരുന്ന് ഡിസൈൻസൊക്കെ പറഞ്ഞ് അതൊക്കെ സെറ്റാക്കി. അതിനിടയ്ക്ക് ഹരിയും അനിയനും കൂടെ അവർക്ക് റിസപ്ഷനും ഡ്രസ്സ് നോക്കാനും പോയി. ഞാനാണെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസ് കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോക്കി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ഞാൻ നേരെ നമ്മുടെ കച്ചേരിപ്പടിയുള്ള ബെഡ് ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്കാണ് വന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരുപാട് കളക്ഷൻസ്, എനിക്ക് ഒരുപാട് ഡ്രസ്സൊക്കെ ഇഷ്ടമായി. പക്ഷേ ഇവർക്കത് ഇഷ്ടപ്പെടില്ലല്ലോ. പക്ഷെ ഞങ്ങളാണെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു സെറ്റാണ് വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്ന് അതൊക്കെ ഒരുവിധം സെറ്റാക്കി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ നോക്കിയിരുന്ന് നമ്മളൊരുവിധം 2 പേർക്കുള്ള ഡ്രസ്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആവുമ്പോഴേക്കും നല്ല ടൈമായിട്ടുണ്ട്. ഒരു 1:30 ആയിട്ടുണ്ട്. അതൊക്കെ സെറ്റ് ഈ 2 കാര്യം സെറ്റാക്കിയപ്പോഴേക്കും 1:30 ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ കഴിക്കാമെന്ന് ഓർക്കുന്നത് അവിടെ അപ്പുറത്ത് തന്നെ നമ്മുടെ മൗസി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് ഞാനൊരു നോർമൽ അവിൽ മിൽക്കാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അത് അവിടെ കൊണ്ട് നിന്നില്ല. ഒരു മാംഗോ ഉള്ള അവിൽ മിൽക്കായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കേക്കൊന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് നമ്മുടെ കേക്ക് സ്റ്റുഡിയോ അല്ലേ അവിടെ തന്നെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ അവിൽ മിൽക്കായിട്ടുണ്ട്. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. ഉച്ചയല്ലേ, ഇപ്പോൾ എല്ലാവരും കൂടെ നല്ല തണുപ്പ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് ഞങ്ങളിത് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഇനി നമുക്ക് കുറച്ചും കൂടി ഡ്രസ്സ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അനിയന് കല്യാണത്തിനിടാനുള്ള ഡ്രസ്സ് നമ്മളിതുവരെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അവർക്കാകുമ്പോൾ തയ്ക്കൊന്നും വേണ്ടല്ലോ എന്ന് ഓർത്ത് നമുക്ക് ലേറ്റാക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ 2 പേരും നേരെ കസവ് കേന്ദ്രത്തിലേക്ക് പോയി. ഞാൻ പറഞ്ഞു ഞാൻ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കച്ചേരിപ്പടി സ്റ്റാൻഡിൽ നിന്ന് കസവ് കേന്ദ്രം വരെ നടന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി ഓരോ ഡ്രസ്സുകളൊക്കെ നോക്കി. അങ്ങനെ കുറേയൊന്നും നമുക്ക് സെറ്റായില്ല, ഇഷ്ടമായില്ല. പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട 2 ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് നല്ല മഴയാണ്. നല്ല കാറ്റുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്നു. പക്ഷെ എന്നാലും നമ്മൾ മഴയ്ക്ക് മുന്നേ എത്താമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ നമ്മുടെ പുതിയ സ്റ്റാൻഡിൽ, മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ പെട്ടുപോയിട്ടോ. കുറേ നേരം ഞങ്ങൾ അവിടെ നോക്കിയിരുന്നു കേട്ടോ. നല്ല മഴയും നല്ല ഇടിയും നല്ല കാറ്റുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു റെയിൻകോട്ടൊക്കെ ഇട്ട് ഞങ്ങളിത് വീട്ടിലെത്തി. അപ്പോഴേക്കും മഴയൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹരിക്കുകയാണെങ്കിൽ അപ്പോൾ വൈകുന്നേരത്ത് പോവുകയും വേണം. അപ്പോൾ മഴയായതുകൊണ്ട് എനിക്കൊരു ഇതുണ്ടായിരുന്നു, നല്ല മഴയല്ലേ പോകാൻ പറ്റുമെന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടായില്ല. മഴയത്ത് തന്നെ നമ്മൾ പോകുന്നു. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ മഴയൊക്കെ ഒതുങ്ങി. ഞങ്ങൾ വന്ന പാടെ അമ്മ സാധനങ്ങളൊക്കെ എന്തൊക്കെ ഇങ്ങനെ തപ്പി നോക്കുക കേട്ടോ. പിന്നെ ഞങ്ങളാണെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ 4:30 ആകുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ റെഡി ആവുകയാണ് കേട്ടോ. അത് സാധാ ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സെറ്റാക്കി ആ സമയത്ത് ഹരിക്ക് പോകാനുള്ളതൊക്കെ റെഡിയാക്കുകയാണ്. അമ്മയാണെങ്കിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹരി അങ്ങനെ ഒരു 4:30 ആയപ്പോഴേക്കും ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാനിത് പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞ് ശരിയായില്ല, ഇപ്പോൾ എണീക്കില്ല എന്ന് ഓർത്ത് ഉറങ്ങാനൊന്നുമില്ല. നേരെ ഒരു ചായ എടുത്ത് കുടിച്ച് ആ മഴയത്തല്ല മഴയും നോക്കി ഇങ്ങനെ ഇരുന്നൊരു തുള്ളി ഇടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കിയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മ അച്ഛനും കൂടെ എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ നോക്കിയിരുന്ന് ഞാൻ ചായ കുടിച്ചു. പിന്നെയുള്ള പരിപാടിയാണ് നമുക്ക് ക്ലീനിങ്. കുറച്ചധികം ഉണ്ടല്ലോ, കല്യാണമാകുമ്പോൾ കുറേ അധികം ക്ലീനിങ് ഉണ്ടായിരിക്കും. പിന്നെ അവൻ്റെ റൂമിലാണെങ്കിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി അടിച്ച് വാരലും ക്ലീനിങ്ങൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ നേരെ പോയത് എൻ്റെ റൂമിലേക്ക് തന്നെയാണ് കേട്ടോ. അവിടെയായിരുന്നു കുറച്ചധികം. കാരണം ഒരുപാട് ഡ്രസ്സുണ്ട്. ഈ ഷെൽഫിലുള്ള ഒരു ഡ്രസ്സ് പോലും എനിക്ക് പറ്റില്ല എനിക്ക് കൊള്ളില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഒരുപാട് ഡ്രസ്സുണ്ട്. എനിക്കാണെങ്കിൽ ഡ്രസ്സ് കൊടുക്കുന്നതും ഇഷ്ടമല്ല, അങ്ങനെ എടുത്ത് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒതുക്കി വെച്ചതാണ്. കുറേ എണ്ണം ഞാൻ കുറച്ച് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ഷെൽഫിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കല്യാണത്തിന് ഇടാനും പിന്നെ അന്ന് തലേന്ന് ദിവസം ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഷെൽഫിലാക്കി ഇങ്ങനെ സെറ്റാക്കി ബാക്കി എല്ലാ ഡ്രസ്സും ഞാനിത് പുറത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഷെൽഫിലാണെങ്കിൽ കുറച്ച് ഉറുമ്പ് വരുന്നുണ്ട്. അപ്പോൾ ഉറുമ്പിനെ കൊല്ലണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം എത്രത്തോളം വൃത്തിയാക്കുന്നു അത്രത്തോളം ഉറുമ്പ് വന്നുകൊണ്ടിരിക്കുക. ഷെൽഫ് ചെയ്തേ സെറ്റായില്ല കേട്ടോ. ബാക്കിലൂടെ ഇങ്ങനെ ഉറുമ്പൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതാണ് വൃത്തിയാക്കിയിട്ടുള്ള എൻ്റെ റൂം. ഒന്ന് ആലോചിച്ച് നോക്കണേ. വൃത്തിയാക്കുക എന്നല്ല, ഒന്ന് ഒതുക്കി വയ്ക്കാത്തതും ഇപ്പോഴും കണ്ടില്ലേ എന്തോരം ഡ്രസ്സുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒക്കെ ഒതുക്കി വെച്ചു. ഇപ്പോൾ ആ കാണുന്ന മൂലയിലുള്ള പാത്രത്തിൽ മൊത്തം എൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി ഉണ്ടാക്കാൻ ഈ മോളിൽ കൊണ്ട് വെക്കണം.
അപ്പം അങ്ങനെ അതെ നമ്മളങ്ങനെ റൂമൊക്കെ ഒരുവിധം അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനിയും അമ്മയുടെ റൂമും മുകളിൽ 2 റൂമൊക്കെ സെറ്റാക്കാനുണ്ട്. ഇപ്പോഴേ തുടങ്ങിയാലേ ഉള്ളൂ നമുക്ക് കല്യാണം ആകുമ്പോഴേക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ. അതിനിടയ്ക്കുള്ള പ്രശ്നമാണ് ഈ ഉറുമ്പ് എന്നുള്ളത്. ഇപ്പോൾ ഉറുമ്പിനെ കൊല്ലാൻ ഞാൻ പല വഴി നോക്കി. അപ്പോൾ ലാസ്റ്റ് വന്നൊരു വഴിയാണ് നമുക്ക് ഈ പഞ്ചസാരയും അതുപോലെ തന്നെ സോഡാപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതിന് മൂലയിൽ വെച്ചിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ ഒരുവിധം ഉറുമ്പൊക്കെ അങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ എന്നാലും ശരിയായില്ല. അപ്പോൾ അങ്ങനെ എന്തേ ഒരു റൂം അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത റൂമിലേക്കുള്ള പരിപാടികളൊക്കെ ആലോചിക്കണം. കാരണം ഇന്നിപ്പോൾ രാത്രി നല്ല ലേറ്റ് ആയിട്ടുണ്ട്, കുറച്ചധികം ലേറ്റ് ആയിട്ടാണ് ഒരു റൂം തന്നെ പണി കഴിഞ്ഞു കേട്ടോ. കാരണം ഒരുപാട് സാധനങ്ങൾ ഒഴിവാക്കാനും മാറ്റി വെക്കാനും സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ അവൻ്റെ റൂമിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇപ്പുറത്തേക്ക് വെക്കാനുണ്ട്, അതൊക്കെ സെറ്റാക്കി ഇനി കുളിക്കണം. ഉയർത്ത് കുളിച്ചിരിക്കുകയാണ്. ഇനി എനിക്കൊന്ന് കുളിക്കാതെ ഇനി കിടക്കാൻ പറ്റില്ല. ഇനി കുളിക്കട്ടെ, അത് കഴിഞ്ഞാൽ കിടന്നുറങ്ങുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അപ്പോൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളും ഇതുപോലൊക്കെ ഇടയ്ക്കിടയ്ക്ക് റൂമൊക്കെ സെറ്റ് ചെയ്യാറുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.